വിവാദങ്ങൾക്കും രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നു. കേരളത്തിന്റെ 23ാം ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചുമതലയേൽക്കും. ആരിഫ് മുഹമ്മദ് ഖാൻ ഇനി മുതൽ ബീഹാർ ഗവർണർ. പ്രശാന്ത് കൃഷ്ണയും അനൂപ് ദാസും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത് കൃഷ്ണ തിരുവനന്തപുരത്ത് നിന്ന്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരുപാട് പോരുകൾക്കൊടുവിൽ, സമാധാനമില്ലാത്ത കുറേ ദിവസങ്ങൾക്കൊടുവിൽ ഇതാ പടിയിറങ്ങുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ സ്ഥാനത്ത് നിന്നും. തീർച്ചയായും സർക്കാരിനെ സംബന്ധിച്ച് ഇതൊരു ആശ്വാസമാണ്. കാരണം കഴിഞ്ഞ 5 വർഷവും അല്ലെങ്കിൽ 4 വർഷവും സർക്കാരിന് വലിയ തലവേദന തന്നെയാണ് സൃഷ്ടിച്ചത്. പ്രത്യേകിച്ച് സർക്കാരിനും CPM-നും SFIക്കും എല്ലാം വലിയ തലവേദന തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റിയത് സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസമാണ്. പക്ഷേ വരാൻ പോകുന്നത് രാജേന്ദ്ര അർലേക്കർ എന്ന നേതാവാണ്. അദ്ദേഹം ബീഹാർ ഗവർണറാണ്. അതിലുപരി അദ്ദേഹത്തിൻ്റെ തുടക്കം മുതൽ അദ്ദേഹം RSSലൂടെ വന്ന് ഗോവയുടെ മുഖ്യമന്ത്രി വരെ ആകാറായ ആളായിരുന്നു, പരിഗണിക്കപ്പെട്ട ആളായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ പോകുമ്പോൾ വരുന്നത് മറ്റൊരു RSS പശ്ചാത്തലമുള്ള ആളാണ്. ആരിഫ് മുഹമ്മദ് ഖാന് അങ്ങനെ RSS പശ്ചാത്തലമുള്ള ആൾ ആയിരുന്നില്ല. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരം അജണ്ടകൾ നടപ്പാക്കാൻ കെൽപ്പുള്ള ഒരാളെ തന്നെയാകും ഇപ്പോൾ സംസ്ഥാനത്തേക്ക് ഗവർണറായി അയക്കാൻ പോകുന്നത്. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന മെയ്വഴക്കം വന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള നേതാവിനോളം ഇദ്ദേഹത്തിന് മാറാൻ സാധിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഒരു പുതിയ ഗവർണർക്ക് പിടിച്ചു നിൽക്കാനാവുക എന്നതാണ് പൊതുവിൽ എല്ലാവരും ചിന്തിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമുക്ക് അനൂപ് ദാസ് കൂടെ ചേരുന്നുണ്ട്. അനൂപിനോട് തന്നെ ഈ കാര്യങ്ങൾ ചോദിക്കാം. പ്രശാന്ത്, അനൂപ് ദാസ്, ഗുഡ് മോർണിംഗ്. പുതിയ ഗവർണർ വരുന്നു. ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിലുള്ള വലിയ പോരുകൾ നമുക്കറിയാം, പല കാര്യങ്ങളിലും ഉള്ളത്. അതിനുശേഷം ഇതാ പുതിയ ആൾ വരുന്നു. രാഷ്ട്രീയപരമായി അദ്ദേഹത്തിന്റെ പശ്ചാത്തലം എന്താണ്? വ്യക്തിപരമായി എങ്ങനെയുള്ള ആളാണ്? കേരളത്തിലെ ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് വന്ന് കയറുമ്പോൾ ഇതൊക്കെ തടുത്ത് ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയുന്ന ആർജവമുള്ള ആളാണോ? രാജേന്ദ്ര അർലേക്കർ ഗോവയിൽ നിന്നുള്ള ആളാണ്. 70 വയസ്സുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം ചെറുപ്പകാലം മുതലേ RSS പ്രവർത്തകനായിരുന്നു. RSSൽ സജീവമായി പ്രവർത്തിച്ചാണ് അദ്ദേഹം പിന്നീട് BJPയുടെ ചുമതലയിലേക്കാവുന്നത്. BJPയുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവായി വളരുകയും ചെയ്തു. പല ബോർഡുകളുടെയും അധ്യക്ഷ സ്ഥാനത്തുണ്ടായിരുന്നു. BJPയുടെ പല മേഖലകളുടെ അധ്യക്ഷനായിരുന്നു ഗോവയിൽ. പക്ഷേ ഗോവയിലെ രാഷ്ട്രീയ പ്രവർത്തനവും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യവും തമ്മിൽ കുറേയേറെ വ്യത്യാസമുണ്ട്. പക്ഷേ ഗോവയിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ഇടത്ത് വളരെ സജീവമായി രാഷ്ട്രീയ രംഗത്തുണ്ടാവുകയും 2014 മനോഹർ പരീക്കർ ഇവിടെ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് വന്ന സമയത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ പരിഗണിച്ചിരുന്ന ആളായിരുന്നു അദ്ദേഹം. അവസാന നിമിഷം അത് പിന്നീട് മാറിപ്പോയി. പിന്നീട് 2015 മുതൽ 17 വരെയുള്ള കാലയളവിൽ അദ്ദേഹം അവിടുത്തെ നിയമസഭാ സ്പീക്കറായിരുന്നു. പിന്നീട് മന്ത്രിയായി, വനം, പരിസ്ഥിതി, പഞ്ചായത്തി രാജ് മന്ത്രിയായിരുന്നു. അങ്ങനെ മന്ത്രിയായതിനു ശേഷമാണ് ആദ്യം ഹിമാചൽ പ്രദേശിലും പിന്നീട് ബീഹാറിലും ഗവർണറായി അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. അതായത് ശക്തമായ രാഷ്ട്രീയ RSS പശ്ചാത്തലമുള്ള നേതാവാണ് അദ്ദേഹം. അതിനുശേഷം ഗവർണറായി പ്രവർത്തിച്ച ഹിമാചലിൽ, ഒപ്പം തന്നെ ബീഹാറിലും വലിയ നന്നായിട്ട് അദ്ദേഹം പ്രവർത്തിച്ച് തന്നെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ച പോലെ ഈ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ എല്ലാ തരത്തിലുമുള്ള രാഷ്ട്രീയക്കാരെ നേരിട്ട് ഇടപെട്ട് അല്ലെങ്കിൽ ആ നിലയിൽ സജീവമായി നിന്നിരുന്ന ഒരാളല്ല. ദേശീയ തലത്തിൽ സജീവമായിട്ടുണ്ടായിരുന്ന ആളായിരുന്നു വളരെ നേരത്തെ മുതൽ ആരിഫ് മുഹമ്മദ് ഖാൻ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും ബന്ധമുണ്ട്. കുറേയേറെ രാഷ്ട്രീയ പാർട്ടികൾ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ വരാൻ പോകുന്ന നമ്മുടെ പുതിയ ഗവർണർ അങ്ങനെയല്ല. ശക്തമായ RSS പശ്ചാത്തലം, BJPയിലേക്ക് പോയി അവിടുന്ന് സംഘടന നിശ്ചയിച്ച പ്രകാരം വീണ്ടും പുതിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകുന്ന നേതാവാണ് നമ്മുടെ പുതിയ ഗവർണർ.